നമുക്കൊരു സ്വപ്നമുണ്ട്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ രാഷ്ട്രീയ അപജയങ്ങളിൽ കുടുങ്ങാതെ, മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ, പ്രത്യയശാസ്ത്രത്തിന്റെ തടവറകളില്ലാതെ, സവർണബോധമെന്ന പ്രാകൃതത്വമില്ലാത്ത, കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ നമുക്ക് ജീവിക്കാനാകുന്ന ഇന്ത്യ. ഈ മണ്ണിന്റെ മക്കളിൽ ഒരാൾ മറ്റൊരാളെ ഭ്രഷ്ട് കൽപ്പിക്കാത്ത, സഹജീവിയുടെ സാന്നിധ്യത്തിന്റെ പേരിൽ നിർജീവമായ കല്ലിനെയും മണ്ണിനെയും ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെടാത്ത, ജാതി വ്യവസ്ഥ അപമാനമാണെന്ന് കരുതുന്ന ശാസ്ത്രബോധമുള്ള ഒരു തലമുറയെക്കുറിച്ചുള്ള സ്വപ്നം. ദേശീയഗാനവും ദേശീയഗീതവും പാടാൻ അറിയുന്നവരുടെയും അറിയാത്തവരുടെയും കൂടിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് പകരം പാകിസ്ഥാനാണെന്ന് ധരിച്ചു വശമാക്കിയ മാളയിലേതടക്കമുള്ള പണ്ഡിത ശിരോമണികൾക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. വീണ്ടും ഒരു ഓണക്കാലത്തിന് വിളംബരമായി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. ചരിത്ര പൈതൃക നഗരമായി തൃപ്പൂണിത്തുറയെ വികസിപ്പിക്കണമെന്ന ആഹ്വാനവുമായി മുഖ്യമന്ത്രി. ഒട്ടേറെ സവിശേഷതകളുമായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ മലയാളം കലണ്ടർ പുറത്തിറങ്ങി. പഴയ വട്ടെഴുത്ത് ലിപിയിലെ അക്കങ്ങൾ ഉപയോഗിച്ചുള്ള കലണ്ടറിൽ 116 പ്രമുഖരുടെ ചിത്രങ്ങളും 317 ഓർമ്മ ദിനങ്ങളും ഉൾപ്പെടുത്തി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കൂടുകൾ തകർന്നു. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു. വാർത്തകൾ വിശദമായി. വീണ്ടും ഒരു ഓണക്കാലത്തിന് വിളംബരമായി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. തനത് കലാരൂപങ്ങളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയിൽ അത്താഘോഷത്തിന്റെ ആവേശത്തിലാണ് തൃപ്പൂണിത്തുറ. ചരിത്ര പൈതൃക നഗരമായി തൃപ്പൂണിത്തുറയെ വികസിപ്പിക്കണമെന്ന ആഹ്വാനവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു ഓണക്കാലത്തിന് വിളംബരമായി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. അത്താഘോഷത്തിന്റെ ആവേശത്തിൽ തൃപ്പൂണിത്തുറ നഗരം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരവസരം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെപ്പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ്. മന്ത്രി അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്കൊപ്പം തിരിതെളിച്ചാണ് മുഖ്യമന്ത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഗരത്തിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശത്തു നിന്ന് വിദഗ്ധരെ എത്തിച്ച് തൃപ്പൂണിത്തുറയുടെ പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തി കൃത്യമായ പ്രൊപ്പോസൽ തയ്യാറാക്കിയാൽ അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ടെന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപ്പത്തിൽ അത്തച്ചമയം കാണാൻ നടന്നും സൈക്കിളോടിച്ചും തൃപ്പൂണിത്തുറയിൽ എത്തിയിരുന്ന ഓർമ്മകളും മുഖ്യമന്ത്രി പങ്കുവച്ചു. മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ് അത്തച്ചമയം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെ ചലച്ചിത്ര താരം ജഗദീഷ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം തുടങ്ങി തനത് നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തെ ആഘോഷത്തിമിർത്തിലാക്കിയത്. ഞായറാഴ്ച അവധി ദിവസമായതിനാൽ വൻ ജനത്തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നഗരത്തിൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ഒട്ടേറെ സവിശേഷതകളുമായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ മലയാളം കലണ്ടർ പുറത്തിറങ്ങി. പഴയ വട്ടെഴുത്ത് ലിപിയിലെ അക്കങ്ങൾ ഉപയോഗിച്ചുള്ള കലണ്ടറിൽ 116 പ്രമുഖരുടെ ചിത്രങ്ങളും 317 ഓർമ്മ ദിനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരിക കലണ്ടർ എന്ന നിലയിലും ശ്രദ്ധേയമാവുകയാണ് ഗ്രാമികയുടെ മലയാളം കലണ്ടർ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഇ.കെ. ദിവാകരൻ പോറ്റി സ്മാരക വായനശാല ആൻഡ് ഡിജിറ്റൽ ലൈബ്രറിയുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന കൊല്ലവർഷം 1202 മലയാളം കലണ്ടർ പുറത്തിറങ്ങി. പഴയ വട്ടെഴുത്ത് ലിപിയിലുള്ള അക്കങ്ങളാണ് തീയതികൾ രേഖപ്പെടുത്താൻ കലണ്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, നവോത്ഥാന നായകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രമുഖ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രശസ്തരായ 116 പേരുടെ ചിത്രങ്ങളും 317 പേരുടെ ഓർമ്മദിനങ്ങളും മറ്റു സ്മരണീയ ദിനങ്ങളും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഭരണഘടനാ ശില്പികളുടെ ചിത്രങ്ങളും കലണ്ടറിലുണ്ട്. ഇതോടെ ഒരു സാധാരണ കലണ്ടർ എന്നതിലുപരി സാംസ്കാരിക കലണ്ടർ എന്ന പ്രത്യേകതയും ഗ്രാമികയുടെ പ്രസിദ്ധീകരണത്തിനുണ്ട്. ചിങ്ങം 1 2026 ആഗസ്റ്റ് 17 മുതൽ കർക്കടകം 31 2027 ആഗസ്റ്റ് 16 വരെ 12 മാസങ്ങളിലെ മലയാളം തീയതികൾക്കൊപ്പം അറബിക് അക്കങ്ങളും ഗ്രിഗോറിയൻ കലണ്ടർ തീയതികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് സ്വന്തമായ കൊല്ലവർഷം എന്ന കാലഗണനാ സമ്പ്രദായം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നതെന്ന് ഗ്രാമിക ഭാരവാഹികൾ പറഞ്ഞു. കവി ബാലകൃഷ്ണൻ അഞ്ചത്ത്, എഴുത്തുകാരൻ ഡോക്ടർ വത്സലൻ ബാദുശ്ശേരിക്ക് നൽകി കലണ്ടർ പ്രകാശനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് പി.കെ. കിട്ടൻ അധ്യക്ഷത വഹിച്ചു.
പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഗ്രാമിക അക്കാദമി വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി അനുമോദിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് വി.കെ. ശ്രീധരൻ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് ഇ.കെ. മോഹൻദാസ്, സെക്രട്ടറി എൻ.പി. ഷിൻഡോ, ജോയിന്റ് സെക്രട്ടറി വി.ആർ. മനു പ്രസാദ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കൂടുകൾ തകർന്നു. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു. പലതിനും ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് മാവ് പൂർണ്ണമായും മുറിക്കാനുള്ള നീക്കം അവസാനിപ്പിച്ചു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കൂടുകൾ തകർന്ന നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു. പഴയ റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് PWD റോഡരികിലെ മാവിലാണ് അപൂർവ ഇനം കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷികൾ കൂടുകൂട്ടിയിരുന്നത്. ശിഖരങ്ങൾ മുറിച്ചതോടെ കൂടുകൾ നിലത്ത് വീണ് തകർന്നു. പക്ഷികളും കുഞ്ഞുങ്ങളും ചത്ത നിലയിലും ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. നിരവധി മുട്ടകളും പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അവധി ദിവസമായ സ്വാതന്ത്ര്യദിനം പ്രയോജനപ്പെടുത്തിയാണ് മരം മുറിച്ചതെന്നാണ് ആരോപണം. അതിന് വെട്ടേണ്ട കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലിങ്ങനെ നെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. 2 തരം പക്ഷികളാണ് ഇതിൽ നെസ്റ്റ് ചെയ്യുന്നത്, ലിറ്റിൽ നെഗ്രറ്റും മീഡിയം നെഗ്രറ്റും. അപ്പോൾ അത് നെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വെട്ടാനുള്ള തീരുമാനം പഞ്ചായത്ത് എടുക്കരുതെന്ന് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വാദത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഇത് കഴിയും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മരം വെട്ടാതിരിക്കുക തീരുമാനിക്കും. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ എതിർപ്പുണ്ടാകുകയും ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും പഞ്ചായത്തിന് ഒരു മാനക്കേടാകുമെന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞപ്പോൾ അതിൽ മനസ്സിലായി. അപ്പോൾ അങ്ങനെ വെട്ടാൻ പാടില്ല തീരുമാനം എടുത്തിരിക്കുന്ന കാര്യമായിരുന്നു. മാള PWD എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്ന് കരാറുകാർ പറഞ്ഞതായി നാട്ടുകാർ അറിയിച്ചു. ഈ വെട്ടുന്ന ഈ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ നമ്മുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവില്ല. പിന്നീട് അവരുടെ കോൺട്രാക്ടറിനായിട്ട് സംസാരിച്ചു. ഈ കോൺട്രാക്ടറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് വെട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് ട്രീ കമ്മിറ്റി. ഞാൻ ട്രീ കമ്മിറ്റിയിൽ കാര്യം പറയരുത്, ട്രീ കമ്മിറ്റിയിലുള്ള അംഗമാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു PWD ആണ്. അപ്പോൾ ഏത് PWD ആണ്? ഇരിഞ്ഞാലക്കുട അല്ല, മാളയാണെന്ന് പറഞ്ഞു. മാള PWDയിൽ നിന്ന് ഇവർക്ക് റിമൈൻഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, മരം വെട്ടുന്നു പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് വെട്ടാൻ താല്പര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അവർ വെട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. പക്ഷി നിരീക്ഷകൻ KS റാഫി, പരിസ്ഥിതി പ്രവർത്തകൻ രാജ്കുമാർ നമ്പൂതിരി എന്നിവരും നാട്ടുകാരും ഇടപെട്ടതോടെയാണ് മാവ് പൂർണ്ണമായും മുറിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റ പക്ഷികളെയും കുഞ്ഞുങ്ങളെയും സംഘം ഏറ്റെടുത്തു. തുടർന്ന് ചിമ്മിനി ഡിവിഷനിലെ മൊബൈൽ സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2 മാസം മുമ്പ് ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകൾ അവധി ദിവസം മുറിച്ചു മാറ്റാനുള്ള ശ്രമവും പ്രതിഷേധത്തെ തുടർന്ന് തടഞ്ഞിരുന്നു. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അന്ന് മാവുകൾ സംരക്ഷിക്കപ്പെട്ടത്. ഇപ്പോഴും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് മാവുകൾ തൽക്കാലം സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. മീഡിയ ടൈം ആളൂർ. മാളപ്പള്ളിപ്പുറം ബിഷപ്പ് കോർണർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം വിവിധ കലാകായിക പരിപാടികളോടെ ആഘോഷിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെയൊക്കെ ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ ഒരു ഫലമാണ് ഈ ഓണാഘോഷം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കുക. കാരണം ഓണം നമ്മളെല്ലാ മലയാളികളും ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഒരാഘോഷമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മലയാളികളും ഓണമാകുമ്പോൾ ഒരുമിച്ച് കൂടുകയും ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലും ഓണക്കളികളുമൊക്കെയായി ഒരു വലിയ ആഘോഷമാക്കി മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ വേർതിരിവുകളില്ലാതെ വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഓണം. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളും ഓണത്തിൻ്റെ ചരിത്രവും ഒക്കെ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായറിയാം. ആ ഐതിഹ്യങ്ങൾക്കും ചരിത്രങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മഹാബലിയെ നമ്മൾ ഇന്ന് പ്രതീകാത്മകമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓണത്തിന് മഹാബലി വരുമെന്നും ഈ നാട് ഏറ്റവും നന്നായി ഭരിക്കുകയും എല്ലാവർക്കും ഐക്യത്തോടുകൂടെ മുമ്പോട്ട് പോകാനും ഐശ്വര്യത്തോടുകൂടെ മുമ്പോട്ട് പോകാനും ഒക്കെ ഇട നൽകിയ മഹാബലി തമ്പുരാന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ ഓണവും ആഘോഷിക്കുന്നത്. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ടോമി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. BS നാസർ, ഷൈനി ജോയ്, CP രാജു, ശ്യാം മോഹൻ, റോബിൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 11ാം വാർഡ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് നെടുങ്ങാണം യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു.
വാർഡ് മെമ്പർ റിയാസ് വെളുത്തേരി അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EV സജീവ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് മെമ്പർ അയൂബ് കരുപ്പടന്ന, മെമ്പർ മുസമിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, മണ്ഡലം കമ്മിറ്റി നേതാക്കളായ സാബു കണ്ടത്തിൽ, ധർമ്മജൻ വില്ലാടത്ത്, അബ്ദുൽ അസീസ്, അബ്ദുൽ കരീം, മുഹ്സിൻ, നാസർ VA, ഫൈസൽ മഞ്ഞന, B മോഹൻദാസ്, സാബിര, സഗീർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും ഒരു ഓണക്കാലത്തിന് വിളംബരമായി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. ചരിത്ര പൈതൃക നഗരമായി തൃപ്പൂണിത്തുറയെ വികസിപ്പിക്കണമെന്ന ആഹ്വാനവുമായി മുഖ്യമന്ത്രി. ഒട്ടേറെ സവിശേഷതകളുമായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ മലയാളം കലണ്ടർ പുറത്തിറങ്ങി. പഴയ വട്ടെഴുത്ത് ലിപിയിലെ അക്കങ്ങൾ ഉപയോഗിച്ചുള്ള കലണ്ടറിൽ 116 പ്രമുഖരുടെ ചിത്രങ്ങളും 317 ഓർമ്മ ദിനങ്ങളും ഉൾപ്പെടുത്തി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കൂടുകൾ തകർന്നു. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.